റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഡംഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം റെഡീമർ എന്നാണ് അർത്ഥം. റെഡീമർ എന്ന് പറഞ്ഞാൽ റെഡ് ആൻഡ് ഇമർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് വന്നത്. അതായത് ബാക്ക്, തിരിച്ചു വാങ്ങാം. മനസ്സിലായോ? എമർ എന്ന് പറഞ്ഞാൽ ബൈ എന്നാണ് അർത്ഥം കേട്ടോ. റെഡ് മീൻസ് ബാക്ക് എന്നാണ്. അതായത് ബാക്ക് ബൈ അല്ലെങ്കിൽ ബൈ ബാക്ക് നമ്മൾ പറയില്ലേ, ഷെയർ ബൈ ബാക്ക് എന്ന് പറയില്ലേ. അപ്പോൾ റിഡംഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ്. എന്താ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ആർക്കെങ്കിലും? ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കടപ്പത്രം അല്ലേ. കമ്പനികൾക്കോ അല്ലെങ്കിൽ ബിസിനസ്സുകാർക്കോ കടമെടുക്കാനായിട്ടുള്ള ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരു കടപ്പത്രമാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. നമ്മളെ വീടിൻ്റെ ആധാരമൊക്കെ നമ്മൾ ബാങ്കിൽ കൊണ്ട് വെച്ചിട്ട് ലോൺ എടുക്കുന്ന പോലെ നമ്മുടെ കമ്പനികൾക്ക് എന്തുണ്ട്, വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫുണ്ട്, കടപ്പത്രം, ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതാണ് ഈ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് പൈസ ആവശ്യമുള്ളപ്പോൾ, കമ്പനികൾക്കോ അല്ലെങ്കിൽ ബിസിനസ്സിനോ പൈസ ആവശ്യമുള്ളപ്പോൾ ഈ ഡിബഞ്ചർ കമ്പനിക്ക് എന്ത് ചെയ്യാം, വിൽക്കാം, പുറത്തേക്ക് പബ്ലിക്കിലേക്ക് വിൽക്കാം. ഒരു ഇത്ര കാലാവധിക്ക് വേണ്ടി നമുക്ക് വിൽക്കാം, ഡ്യൂറേഷനിൽ വിൽക്കാം. ആ ഡ്യൂറേഷൻ വരെ നമ്മൾ അതിന് പലിശ കൊടുക്കണം. നമ്മൾ ലോൺ പോലെ പലിശ അടയ്ക്കണം. ആ ഡ്യൂറേഷൻ കഴിയുമ്പോൾ നമ്മുടെ ഡിബഞ്ചർ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് വാങ്ങണം. അങ്ങനെ നമ്മൾ കൊടുത്ത ഡിബഞ്ചർ തിരിച്ച് വാങ്ങുന്നതിനെ പറയുന്ന പേരാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ക്ലിയർ? അപ്പോൾ അങ്ങനെ തിരിച്ച് വാങ്ങുമ്പോൾ നമ്മുടെ ലയബിലിറ്റി എന്താവും, ബാധ്യത എന്താവും, കുറയും. അപ്പോൾ ഇറ്റ് ഈസ് ദ ഡിസ്ചാർജ് ഓഫ് ദ ലയബിലിറ്റി അല്ലേ. അതായത് കമ്പനിയുടെ ലയബിലിറ്റി എന്താണ്, ഡിസ്ചാർജ് ആവാണ്. മനസ്സിലായോ? ഇപ്പോൾ തിരിച്ച് വാങ്ങാൻ ചെല്ലുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് തിരിച്ച് വാങ്ങാൻ പറ്റുള്ളൂ. എങ്ങനെയൊക്കെ തിരിച്ച് വാങ്ങാൻ പറ്റും? റെഡീംഡ് അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം. എങ്ങനെയൊക്കെ തിരിച്ച് വാങ്ങാം? എന്താ പാറെന്ന് പറഞ്ഞാൽ വിറ്റ ഒറിജിനൽ വിലയ്ക്ക് തന്നെ തിരിച്ചു വാങ്ങാം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പൈസ കൊടുത്ത് തിരിച്ച് വാങ്ങേണ്ടി വരും. ഒരിക്കലും ഡിസ്കൗണ്ടിൽ റിഡംഷൻ ഇല്ല കേട്ടോ. മനസ്സിലായോ? ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ഡിബഞ്ചറിന് ഇഷ്യൂ ചെയ്യില്ലേ, നമ്മൾ പബ്ലിക്കിലേക്ക് വിൽക്കില്ലേ, അപ്പോൾ വേണമെങ്കിൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം. മനസ്സിലായോ? തിരിച്ച് വാങ്ങാൻ ചെല്ലുമ്പോൾ ഒരിക്കലും ഡിസ്കൗണ്ട് തിരിച്ച് വാങ്ങാൻ പറ്റില്ല. അത് ഏതൊക്കെ രീതിയിൽ തിരിച്ച് വാങ്ങാൻ പറ്റുള്ളൂ? റിഡംഷൻ. അപ്പോൾ ആറിലും പ്രീമിയത്തിലും മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഡിബഞ്ചർ നമ്മൾ വിൽക്കില്ലേ, സ്റ്റാർട്ടിങ്ങിൽ കമ്പനിക്ക് പൈസയ്ക്ക് വേണ്ടി വിൽക്കില്ലേ, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ടിൽ വിൽക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഡിസ്കൗണ്ട് ഇല്ലേ, ആ ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് റിട്ടേൺ ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും ഉണ്ട്. അത് പറഞ്ഞുതരാം, എങ്ങനെ പ്രോബ്ലം ചെയ്യേണ്ടത് പറഞ്ഞുതരാം. പറഞ്ഞോട്ടെ? ദീ ഇല്ലേ ഇന്ന് ക്ലാസ്സിൽ? ദിയ ക്ലാസ് ജോയിൻ ചെയ്തിട്ടില്ല ഇന്ന്? BBA ഇല്ല. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ സ്ക്രീനിൽ? എന്താ? എനിക്ക് ഒട്ടും വയ്യ. എനിക്ക് ഈ പനി വന്നതിന് ശേഷം ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. ഒട്ടും വയ്യ. പക്ഷെ നമുക്ക് എക്സാം അല്ലേ, അതാണ്. ഓക്കെ, ഞാനിപ്പോൾ അവിടെയും വർക്കിന് ജോലിക്ക് പോകുന്നില്ല. ഇപ്പോൾ ഒരാഴ്ചയോളമായിട്ട് ഞാനങ്ങനെ പോകുന്നില്ല. കാരണം വെച്ചാൽ ഈ തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ പുറത്ത് ഈ സമയത്ത്, അപ്പോൾ ട്രാവൽ ചെയ്യാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ റെസ്റ്റാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ 1/4/2015 എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 2009% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. എന്താ പറയണേ? ഓൺ 1/4/2015 എക്സ് ലിമിറ്റഡ് 2000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. 9% ആണ്, 100 രൂപയ്ക്ക്. പക്ഷേ 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തത് കേട്ടോ. അപ്പോൾ ഡിബഞ്ചർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2000 × 100 എത്ര രൂപ നമുക്ക് കിട്ടണം? 2 ലക്ഷം കിട്ടണം. വേണ്ടേ? പക്ഷെ കമ്പനി ഇഷ്യൂ ചെയ്തേക്കുന്നത് പാറിലാണോ, പ്രീമിയത്തിലാണോ, ഡിസ്കൗണ്ടിലാണോ? 10% ഡിസ്കൗണ്ടിൽ. അപ്പോൾ 2 ലക്ഷം × 10/100, അപ്പോൾ 20,000 രൂപയാണ് കമ്പനിക്ക് വന്നിട്ടുള്ള മൊത്തം ഡിസ്കൗണ്ട്. ക്ലിയർ അല്ലേ? ഈ അങ്ങനെയല്ല, 2000 × 100 ചെയ്യുമ്പോൾ 2 ലക്ഷം. അപ്പോൾ 2 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ 10% ഡിസ്കൗണ്ടിലല്ലേ നമ്മൾ ഇഷ്യൂ ചെയ്തേക്കണേ. അപ്പോൾ 2 ലക്ഷം × 10/100 20,000. ക്ലിയർ ആയോ മോളെ? ഡിസ്കൗണ്ട് 10%. അപ്പോൾ 10%. 10/100. 2 ലക്ഷം × 10/100. ക്ലിയർ?
ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഡിസ്കൗണ്ട് നമുക്ക് എങ്ങനെയൊക്കെ റിട്ടേൺ ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞു. ഏതൊക്കെ മെത്തേഡിൽ റിട്ടേൺ ഓഫ് ചെയ്യാം? ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ഉണ്ട്. നമുക്ക് ആദ്യം ഫിക്സഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ 20,000 റുപ്പീസ് 5 വർഷം കൊണ്ട് നമ്മൾ റിഡീം ചെയ്യുകയാണ്, റിട്ടേൺ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ വർഷം എത്ര വെച്ചാൽ ഫിക്സഡ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും സെയിം എമൗണ്ട്. അപ്പോൾ 20,000 ബൈ 5 വർഷം കൊണ്ടല്ലേ, ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് 4,000 വെച്ച്. അപ്പോൾ ഓരോ വർഷം എത്ര വെച്ച് നമുക്ക് റിട്ടേൺ ഓഫ് ചെയ്യാം? 4,000 വെച്ച് നമ്മൾ എവിടെ നിന്ന് എടുക്കണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നിന്ന് പൈസ എടുത്തിട്ട് വേണം റിട്ടേൺ ഓഫ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ അക്കൗണ്ട് വരയ്ക്കാൻ പറയും. കണ്ടോ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് വരയ്ക്കാൻ പറയും. അപ്പോൾ ആദ്യത്തെ വർഷം എത്രയാണ് മൊത്തം എമൗണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതുക, ഡെബിറ്റ് സൈഡിൽ എഴുതുക. 1/4/2015 to 9% ഡിബഞ്ചേഴ്സ് പറഞ്ഞിട്ട് മൊത്തം എത്രയാണ് ഡിസ്കൗണ്ട്? ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാണ്? 20,000. ആ വർഷം അവസാനം ആകുമ്പോൾ നമ്മൾ എത്ര റിട്ടേൺ ഓഫ് ചെയ്യുന്നുണ്ട്? എത്ര രൂപ റിട്ടേൺ ഓഫ് ചെയ്യുന്നുണ്ട്? 4,000. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ 31/3/2016 ക്ലോസിംഗ് ഡേറ്റ് എഴുതിയിട്ട് ബൈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പറഞ്ഞ 4,000 എഴുതുക. ബാലൻസ് 16,000 അത് അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഓൺ ചെയ്യുക. അടുത്ത വർഷം ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? 4,000 എടുക്കുക. അങ്ങനെ 5 വർഷം വരെ ചെയ്യുക. മനസ്സിലായോ? 5-ാമത്തെ വർഷം അത് ഈക്വലായിപ്പോൾ രണ്ട് സൈഡും 4,000 വരും. കത്തിയോ? ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എല്ലാവർക്കും ഓക്കെയാണ്? 4,000 കിട്ടിയത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ 20,000 ഡിസ്കൗണ്ട് കണ്ടെത്തി. ഈ 20,000 5 വർഷം കൊണ്ടാണ് റിഡീം ചെയ്യുന്നത്, റിട്ടേൺ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ 20,000 ബൈ 5 ചെയ്യുക. അപ്പോൾ 4,000 വെച്ച്. ക്ലിയർ? ഓക്കെ. ബി ക്വസ്റ്റ്യൻ ആണ്. സച്ച് ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ ബൈ ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് ഇൻ 5 years. ഈക്വലായിട്ട് നമ്മൾ കുറേശ്ശെ പൈസ എല്ലാ വർഷവും കൊടുത്ത് തീർക്കും നമ്മൾ. മനസ്സിലായോ? നമ്മൾ സാധാരണ 5 വർഷം കഴിഞ്ഞിട്ടല്ലേ റിഡീം ചെയ്യുക. പക്ഷേ ബി ക്വസ്റ്റ്യൻ അങ്ങനെയല്ല. ഈക്വലായിട്ട് നമ്മൾ ഓരോ വർഷം 5 വർഷത്തേക്ക് നമ്മൾ കുറേശ്ശെ പൈസ നമ്മൾ കൊടുത്ത് തീർക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അതായത് രണ്ടാമത്തെ കേട്ടില്ല. ഒന്നാമത്തെ മെത്തേഡ് ക്ലിയർ ആയില്ലേ മോളെ? അടുത്ത മെത്തേഡ് പറയണത് എന്താണെന്നറിയോ? ഓരോ വർഷം നമ്മൾ കൊടുക്കാനുള്ള പൈസയില്ലേ, 2 ലക്ഷം രൂപയ്ക്കല്ലേ നമ്മൾ ഡിബഞ്ചർ വിറ്റേക്കണേ. അത് നമ്മൾ എന്ത് ചെയ്യും? 5 വർഷം കൊണ്ട് നമ്മൾ കുറേശ്ശെ അടച്ചു തീർക്കും. ആനുവൽ ഡ്രോയിങ്സ് ആയിട്ട് അടയ്ക്കും. അപ്പോൾ എത്ര വെച്ച് അടയ്ക്കുന്നുണ്ടാവും? 2 ലക്ഷം ബൈ 5 40,000 രൂപ വെച്ച് അടയ്ക്കുന്നുണ്ടാവും ഓരോ വർഷം. ശരിയല്ലേ? അതിന് നമ്മൾ റേഷ്യോ ആക്കണം. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കുണ്ടായ 20,000 രൂപ ഡിസ്കൗണ്ട് നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്യുന്നത് ഒരു റേഷ്യോയിലാണ്, ഔട്ട്സ്റ്റാൻഡിങ് റേഷ്യോ വെച്ചിട്ടാണ്. ഈ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാമെന്നറിയോ? പറഞ്ഞുതരാം. ആദ്യത്തെ വർഷം നമ്മൾ എത്ര രൂപ കൊടുക്കാനുണ്ട്? ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഡിബഞ്ചർ ഹോൾഡറിന് എത്ര കൊടുക്കാനുണ്ട്? ഒറ്റ എമൗണ്ട്. ആ ഡിസ്കൗണ്ട് അല്ല പറയണേ, ടോട്ടൽ ഡിബഞ്ചറിന്റെ എമൗണ്ട് 2 ലക്ഷം. സെക്കൻഡ് ഇയർ ആകുമ്പോൾ അതിൽ എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും? നമ്മൾ ഓരോ വർഷവും നമ്മൾ ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് അല്ലേ ചെയ്യണേ. അപ്പോൾ എല്ലാ വർഷവും 40,000 വെച്ച് നമ്മൾ തിരിച്ചടയ്ക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ 2,40,000 തിരിച്ചു കൊടുത്തില്ലേ, ഇനി ബാക്കി എത്ര അടയ്ക്കാനുള്ളൂ? തേർഡ് ഇയർ ആകുമ്പോഴോ വീണ്ടും അത് 40,000 കൊടുത്തിട്ടുണ്ടാവില്ലേ? അപ്പോൾ എത്ര വരും ബാലൻസ്? 1,20,000. അപ്പോൾ വീണ്ടും ഒരു 40,000 കൊടുത്തിട്ടുണ്ടാവില്ലേ നാലാമത്തെ വർഷം? പിന്നെ വീണ്ടും ഒരു 40,000 കൊടുക്കുക. ബാലൻസ് എത്ര? 40,000. ഇനി 5-ാമത്തെ വർഷം അത് ഓട്ടോമാറ്റിക്കലി അത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഈ കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഇല്ലേ, അതായത് 2 ലക്ഷം, 1,60,000, 1,20,000, 80,000, 40,000. കണ്ടില്ലേ? ഇല്ലേ? ഇതിനെ നിങ്ങൾ റേഷ്യോ ആക്കുക. അപ്പോൾ നമുക്കിതിൽ വേണമെങ്കിൽ ഒരു 4 0 എല്ലാത്തിലും കട്ട് ചെയ്ത് കളയാം. 4 0 കട്ട് ചെയ്യാം, 4 0 കട്ട് ചെയ്യാം, 4 0 കട്ട് ചെയ്യാം. അപ്പോൾ റേഷ്യോ പറഞ്ഞേ 20:16 4. ഇത് വേണമെങ്കിൽ നമുക്ക് 4 കട്ട് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ എത്ര വരും? 20-ലെ 4 എത്ര തവണയാണ്? 5:4.
അതാണ് അപ്പോൾ 5:4:3:2:1. അപ്പോൾ നമ്മുടെ 2000 രൂപയില്ലേ മക്കളെ, സോറി 20,000 ഡിസ്കൗണ്ട് ഇല്ലേ നമ്മുടെ 20,000, അത് ബൈ 5/4,000 വെച്ചാൽ നമ്മൾ എല്ലാ വർഷവും റിട്ടേൺ ഓഫ് ചെയ്ത് അല്ലേ. ഇവിടെ അങ്ങനെയല്ല, ഈ 20,000 രൂപ എന്ത് ചെയ്യുക, ഈ റേഷ്യോയിൽ റിട്ടേൺ ഓഫ് ചെയ്യുക. അപ്പോൾ ആദ്യം എന്ത് വരും, 20,000 ഇൻറ്റു 5 ബൈ എത്ര വരും, ടോട്ടൽ ചെയ്ത് 5:4:3:2:1 കൂട്ടി 5 4 9 15 അല്ലേ. 5/15 ചെയ്യുക, നമുക്ക് 6,667 കിട്ടും ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ 20,000 പിന്നെ 4/15 അപ്പോൾ 5,333. തേർഡ് ഇയറിൽ 20,000 ഇൻറ്റു 3/15. അങ്ങനെ 5 വർഷത്തെ നമുക്ക് എന്ത് കിട്ടും, റിട്ടേൺ ഓഫ് ചെയ്യുന്ന എമൗണ്ട് ഇതുപോലെ കണ്ടെത്തുക. മനസ്സിലായ? നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് പറഞ്ഞാൽ നേരത്തെ എല്ലാ വർഷവും സെയിം 4,000 അല്ലായിരുന്നേ അല്ലേ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ റേഷ്യോ കണ്ടെത്തിയിട്ട് ഓരോ വർഷം റിട്ടേൺ ഓഫ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ കണ്ടെത്തണം. ക്ലിയർ ആയോ, കത്തിയോ, ചോദിച്ചോളൂ. അതായത് എൻട്രി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നാണ് നമ്മൾ ആ ഡിസ്കൗണ്ട് റിട്ടേൺ ഓഫ് ചെയ്യുക. മനസ്സിലായോ മോനെ? അപ്പം അതിന് എൻട്രി വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്. കേട്ടോ, ഞാൻ എൻട്രി ഒക്കെ പറഞ്ഞാൽ ആ കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ, കാരണം ഒരുപാട് എൻട്രി പഠിക്കാനുള്ള കാരണമാണ് ഞാൻ അത് പറയാതിരുന്നത് കേട്ടോ. ISOPL എടുക്കണ്ടേ കേട്ടോ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സെക്കൻഡ് മെത്തേഡ് ക്ലിയർ ആയോ? ഫ്ലക്ച്വേറ്റിങ് ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് 5 മാർക്കിന്റെ തിയറി. ഞാൻ നേരത്തെ ചോദിച്ചാൽ ഇയാളെ എവിടെയായിരുന്നു? ഞാൻ ചോദിച്ചിരുന്നു, പേരെടുത്ത് ചോദിച്ചല്ലേ ഞാൻ ഇന്ന് ക്ലാസ്സിൽ കയറിയിട്ടില്ലെന്ന്. ചോദിച്ചു. ഫിദ, സോറി ഫിദ, പെട്ടെന്ന് മാറിപ്പോയതാ, അതാണല്ലേ. ഓക്കെ, ഫിദ ഏതാണ് ചോദിച്ചത്? അത് മൊത്തം നമ്മൾ എത്ര എമൗണ്ട് കൊടുക്കാനുള്ളത് അവർക്ക്? ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തേക്കണം 2 ലക്ഷം രൂപയ്ക്കല്ലേ മോളെ. അപ്പം ആദ്യം 2 ലക്ഷം കൊടുക്കാനുണ്ട്. പിന്നെ നമ്മൾ എല്ലാ വർഷവും ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ച് നമ്മൾ തിരിച്ചടയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് 5 വർഷം കൊണ്ടല്ലേ തിരിച്ചടയ്ക്കണേ. അപ്പോൾ എത്ര വെച്ചായിരിക്കും അടയ്ക്കേണ്ടാവുക? 2 ലക്ഷം ബൈ 5 ചെയ്യുമ്പോൾ 40,000 വെച്ച്. അപ്പോൾ ആദ്യത്തേൽ 2 ലക്ഷം കൊടുക്കാനുണ്ട്, രണ്ടാമത്തേൽ 40,000 ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവില്ല ഫസ്റ്റ് ഇയർ അവസാനമായപ്പോൾ. അപ്പോൾ ഇനി ബാക്കി കൊടുക്കാനുള്ളത് 1,60,000. മനസ്സിലായോ? 40,000 കുറച്ചു. ഇനി വീണ്ടും 40,000 കുറയ്ക്കുമ്പോൾ 1,20,000, വീണ്ടും 40,000 കുറയ്ക്കുമ്പോൾ 80,000, പിന്നെ ലാസ്റ്റ് ഇയർ ആകുമ്പോൾ 40,000 ബാക്കി കൊടുക്കാനുണ്ട്. അതുകൊണ്ട് കൊടുത്ത് പിന്നെ കഴിഞ്ഞല്ലോ. അപ്പോൾ 2 ലക്ഷം ഇസ് ടു 1,60,000 ഇസ് ടു 1,20,000 ഇസ് ടു 80,000 ഇസ് ടു 40,000. അതിൽ 4 0 എല്ലാത്തിലും കോമൺ ആണല്ലോ, ആ 4 0 കട്ട് ചെയ്തു. അപ്പോൾ 20:16:12:8:8:4 അത് കട്ട് ചെയ്തപ്പോഴാണ് 5:4:3:2:1 കിട്ടിയത്. ക്ലിയർ? അത് കട്ട് ചെയ്യണ അറിയില്ലെങ്കിൽ കട്ട് ചെയ്യണമെന്നില്ല. 20:16:12:8:4 ചെയ്താലും കിട്ടും കേട്ടോ. ഓക്കേടാ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ തിയറിയാണ്, എക്സാമിനൊക്കെ എപ്പോഴും വരാറുള്ള ഒരു തിയറി ക്വസ്റ്റൻ ആണ്. സോഴ്സസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ. അതായത് ഡിബെഞ്ചർ നമുക്ക് തിരിച്ച് വാങ്ങണമെങ്കിൽ നമുക്ക് പൈസ വേണ്ടേ മക്കളെ? പൈസ വേണ്ടേ? വേണം. അത് എവിടെ നിന്നൊക്കെ നമുക്ക് എടുക്കാം? ഒന്ന്, ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ. എന്താ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ? പുതിയതായിട്ട് ഷെയറോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഡിബെഞ്ചറോ നമ്മൾ പുറത്തേക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ട് ആ കിട്ടുന്ന പൈസ വെച്ചിട്ട് നമ്മുടെ പഴയ ഡിബെഞ്ചർ തിരിച്ചു വാങ്ങാം. ഓക്കെ അല്ലേ? 2, ബൈ യൂട്ടിലൈസേഷൻ ഓഫ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിൽ നിന്ന് പൈസ എടുത്തിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഡിബെഞ്ചർ തിരിച്ചു വാങ്ങാം. ഓക്കെ അല്ലേ? 3, പ്രോഫിറ്റ്, ബൈ യൂട്ടിലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഡിബെഞ്ചർ തിരിച്ചു വാങ്ങാം. ക്ലിയർ? 4, ബൈ കൺവേർഷൻ ഇൻ ടു ഷെയർ ഓർ ഡിബെഞ്ചർ. ഈ ഡിബെഞ്ചറിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക? ഷെയറിലോട്ടോ
അല്ലെങ്കിൽ പുതിയ ഡിബഞ്ചറിലോട്ട് കൺവേർട്ട് ചെയ്യുക, അതായത് ഷെയർ ആക്കി മാറ്റുക. ഒരാൾക്ക് നമ്മൾ ഡിബഞ്ചർ വിറ്റിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവരോട് പറയാണ് തിരിച്ചു തരാൻ പൈസ ഇല്ല, അതുകൊണ്ട് ഞാനിതിനെ ഷെയറിലേക്ക് ആക്കാം. നിങ്ങൾ ഷെയർ ഹോൾഡർ ആയല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ലാഭവിഹിതം കിട്ടുമല്ലോ, അപ്പോൾ അവർ ഹാപ്പി ആയില്ലോ. മനസ്സിലായില്ലേ? അങ്ങനെ ഷെയറിലോട്ടോ ഡിബഞ്ചറിലോട്ടോ കൺവേർട്ട് ചെയ്യുക. മനസ്സിലായോ? അഞ്ചാമത്തത് ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. കമ്പനിയുടെ പേരിൽ കുറച്ച് ഫിക്സഡ് അസറ്റ് ഉണ്ട്, കുറച്ച് ലാൻഡ് ഉണ്ട്, കുറച്ച് ബിൽഡിംഗ് ഉണ്ട്. ഇതൊക്കെ വിറ്റിട്ട് ആ വിറ്റ് കിട്ടിയ പൈസ വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ പഴയ ഡിബഞ്ചർ തിരിച്ചു വാങ്ങാം. ക്ലിയർ? 6 ബൈ പർച്ചേസ് ഫോൺ ഡിബഞ്ചർ. നമ്മൾ വിറ്റ ആൾക്കാരുണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്നറിയോ? കുറേ നാളായിട്ട് നമ്മൾ വാങ്ങാതിരുന്നപ്പോൾ അവർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഡിബഞ്ചർ വിൽക്കാൻ വെച്ചേക്കുക. അപ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്തു പോയി? അവരെ നിന്ന് മേടിച്ചു. നമ്മുടെ സ്വന്തം ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുക. ക്ലിയർ? ബൈ പർച്ചേസ് ഫോൺ ഡിബഞ്ചർ. നമ്മുടെ സ്വന്തം ഡിബഞ്ചർ നമ്മൾ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. അതായത് നമ്മൾ വിറ്റു ഒരാൾക്ക് ഡിബഞ്ചർ, ഒരു 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക് വിറ്റു. മനസ്സിലായോ? പക്ഷേ അവർക്ക് 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് പൈസയ്ക്ക് അത്യാവശ്യം വന്നു. അപ്പോൾ അവർക്ക് ഈ ഡിബഞ്ചർ കയ്യിലോട് വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ. അവരെന്ത് ചെയ്തത്? ഓപ്പൺ മാർക്കറ്റിൽ അത് വിൽക്കാൻ വെച്ചേക്കുക. വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് മേടിച്ചോട്ടെന്ന് കരുതിയിട്ട് അവർ നമ്മുടെ ഡിബഞ്ചർ വിൽക്കാൻ വെച്ചേക്കുക. അപ്പോൾ അവർ വിൽക്കാൻ വെച്ചേക്കണത് ഡിസ്കൗണ്ടില്ല. മനസ്സിലായോ? അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക? വാങ്ങിയ പൈസ കിട്ടിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും വിറ്റ് തീർക്കാന്ന് വെച്ചിട്ട് അവർ കുറച്ച് ചിലപ്പോൾ ഡിസ്കൗണ്ടിലൊക്കെ ആയിരിക്കും അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവുക. അപ്പം നമ്മൾ തന്നെ അതന്നെ. അപ്പം നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക? അവരിൽ നിന്ന് വാങ്ങുക. കത്തിയാ മോളെ? അല്ല, പുറത്ത് വേണമെങ്കിൽ വാങ്ങാം, പക്ഷെ നമ്മൾ തന്നെ പോയി വാങ്ങാം. ഓൺ ഡിബഞ്ചർ, നമ്മുടെ സ്വന്തം ഡിബഞ്ചർ നമ്മൾ തന്നെ മേടിച്ച് നമുക്ക് നല്ലതല്ലേ? അതാണ് ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ്. ക്ലിയർ? ഇനി ഡിബഞ്ചർ നമുക്ക് തിരിച്ച് വാങ്ങാനായിട്ട് പല മെത്തേഡുകളുണ്ട് ഫണ്ട് കണ്ടെത്താൻ. ഒന്ന് ലംസം പേയ്മെൻറ്റ് മെത്തേഡ്. എന്താ ലംസം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ലംസം എന്ന് പറയുന്ന അർത്ഥം ഒന്നിച്ച് പൈസ കൊടുക്കുക. മനസ്സിലായില്ലേ? ഡിബഞ്ചറിൻ്റെ പൈസ നേരത്തെ നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടല്ലേ കൊടുത്ത്, ഓരോ വർഷം 40,000 വെച്ച്. ഇവിടെ അങ്ങനെയല്ല, ഒന്നിച്ച് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് നമ്മുടെ ഡിബഞ്ചർ തിരിച്ചു വാങ്ങാം. രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. എന്താ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ? ഗഡുക്കളായിട്ട് നമ്മൾ തിരിച്ചടയ്ക്കുക. മൂന്നാമത്തത് സിംഗിങ് ഫണ്ട്. ഈ സിംഗിങ് ഫണ്ട് BBA-ക്കാർക്ക് എന്താ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വട്ടം? എസ് BBA-ക്കാണോ BCom-നാണോ? പക്ഷേ BCom-നാണെങ്കിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും ഇല്ല, പക്ഷെ വന്നിട്ടുണ്ടായിരുന്നു SC ആയിട്ടെന്തോ കേട്ടോ. റിഡംഷൻ ബൈ സിംഗിങ് ഫണ്ട് മെത്തേഡ്. എന്താണ് സിംഗിങ് ഫണ്ട് എന്ന് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അടുത്ത് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. എന്താ ഇൻഷുറൻസ് പോളിസി മെത്തേഡ്? ഇതൊക്കെ തിയറി ഉള്ളു പഠിക്കാനായിട്ട് കേട്ടോ. എന്താ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ? എൻ്റെ കമ്പനിയുടെ ഡിബഞ്ചർ ഞാൻ 2024 വിറ്റു. മക്കളെ വിറ്റു. 5 വർഷം കഴിഞ്ഞ് തിരിച്ച് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഏത് വർഷമായിരിക്കും വാങ്ങുക? 29. അപ്പോൾ 29 മെച്ചുവേർഡ് ആകുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ കരുതി ഈ ഇൻഷുറൻസ് 2029 അപ്പോൾ മെച്ചുവേർഡ് ആവുമല്ലോ, അപ്പോൾ എനിക്ക് കുറച്ച് പൈസ കിട്ടും. ആ പൈസ വെച്ച് എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ ഡിബഞ്ചർ തിരിച്ച് വാങ്ങാം. മനസ്സിലായോ? അതാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ക്ലിയർ ആവുന്നുണ്ടോ ഫിദ? അഞ്ചാമത്തത് ഓൺ ഡിബഞ്ചർ ഇൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങാം. ഫിദ പറഞ്ഞ എന്താ സംഭവം? നേരത്തെ പറഞ്ഞത് തന്നെ, റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ്. അതന്നെ നേരത്തെ പറഞ്ഞല്ലോ. അവർക്ക് ഇപ്പോൾ കയ്യിൽ വയ്ക്കാൻ താല്പര്യമില്ല, അപ്പോൾ അവർ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചേക്കുവാണ്. നമ്മൾ തന്നെ പോയി വാങ്ങി കഴിഞ്ഞാൽ റിഡംഷൻ നടന്നല്ലോ. പിന്നെ എന്ത് ചെയ്യുക? ലാസ്റ്റ് മെത്തേഡാണ്, അതിനെ ഷെയറിലോട്ടോ ഡിബഞ്ചറിലേക്കോ നമ്മൾ കൺവേർട്ട് ചെയ്യുക. ഇങ്ങനെ 6 മെത്തേഡാണുള്ളത്. ചിലപ്പോൾ 6 മെത്തേഡ് 5 മാർക്കിനൊക്കെ തിയറി ചോദിക്കാം കേട്ടോ. ലംസം പേയ്മെൻറ്റിന് എന്താണെന്ന് പറയണ്ടല്ലോ, തിയറി. എന്താ ലംസം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഈ മെത്തേഡിൽ ഡിബഞ്ചറിൻ്റെ ഫുൾ പൈസ നമ്മൾ കൊടുത്തിട്ട് ഏതെങ്കിലും പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ 5 വർഷം 10 വർഷം കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വാങ്ങുന്നതിനെയാണ് ലംസം എന്ന് പറയുക. റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ ഇത് പൈസ എടുത്തിട്ട് ഡിബഞ്ചർ തിരിച്ചു വാങ്ങാം. അങ്ങനെ ക്യാപിറ്റലിൻ്റെ പൈസ എടുത്ത് ഡിബഞ്ചർ തിരിച്ചു വാങ്ങുമ്പോൾ ജേണൽ എൻട്രി പറയട്ടെ. ഇപ്പോൾ 6ലാണ് റിഡീം ചെയ്യണമെങ്കിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടഡ് ടു ബാങ്ക്. 2 എൻട്രിയാണുള്ളത് കേട്ടോ.
പാറിലാണ് റിഡംഷൻ ചെയ്യണമെങ്കിൽ ഒറിജിനൽ വിലയ്ക്ക് തന്നെ നമ്മൾ തിരിച്ചു വാങ്ങാൻ ചെല്ലുകയാണെങ്കിൽ എന്തായിരിക്കും എൻട്രി വരുമെന്ന് പറഞ്ഞേ? ഡിബഞ്ചർ അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്. പ്രീമിയത്തിലാണ് റിഡീം ചെയ്യണമെങ്കിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് അറ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ആ പ്രീമിയം എവിടെ നിന്ന് എടുക്കണ്ടേ? നമ്മൾ പ്രിഫർ ഷെയർ ഒക്കെ പഠിച്ചില്ലേ? പ്രീമിയം എവിടെ നിന്ന് എടുക്കണം? സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്ന് എടുക്കുക കേട്ടോ. അതില്ലെങ്കിൽ ജനറൽ റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതേ അക്കൗണ്ട് അറ്റ് ടു പ്രീമിയം റിഡംഷൻ കൊടുക്കുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ബാങ്ക്. 3 എൻട്രി വരും പ്രീമിയത്തിൽ റിഡീം ചെയ്യുമ്പോൾ കേട്ടോ. ഇത് പറഞ്ഞ ആരെങ്കിലും ഒരാൾ പ്രീമിയത്തിൽ റിഡീം ചെയ്യുമ്പോൾ എൻട്രി എന്താ? പ്രീമിയത്തിൽ റിഡീം ചെയ്യാന്ന് പറഞ്ഞാൽ പ്രീമിയത്തിന്റെ പൈസ വെരി ഗുഡ്. എന്താ പ്രീമിയത്തെ റിഡീം ചെയ്യുന്ന പറഞ്ഞാൽ ഒറിജിനൽ വിലയിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്ത് തിരിച്ചു വാങ്ങാം. ഓക്കെ. ഇനി ഡിസ്കൗണ്ടിൽ അങ്ങനെ ഡിബഞ്ചർ റിഡീം ചെയ്യില്ല കേട്ടോ. റെയർ പോസിബിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ എൻട്രി പഠിക്കണ്ട. ഓക്കെ. നമുക്കൊരു പ്രോബ്ലം ചെയ്താൽ റെഡിയാണോ എല്ലാവരും? എനിക്ക് മാത്രം അറിയില്ല, ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഒന്നും കാണുന്നില്ല സ്ക്രീനിൽ. ആണോ? ബാക്കിയുള്ളവർക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? അപ്പോൾ അവിടുത്തെ റേഞ്ച് ഇഷ്യൂ ആയിരിക്കും മോളെ. Sun Limited wants to redeem rupees 2 lakh of the face value of 6% debentures after 5 years from the date of issue. Sun Limited 2 ലക്ഷം രൂപയുടെ 2 ലക്ഷം രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ തിരിച്ചു വാങ്ങാൻ പോവാണ് കേട്ടോ. 5 വർഷം കഴിഞ്ഞാണ് തിരിച്ചു വാങ്ങാൻ പോണേ. പാസ് ദ നെസസറി ജേണൽ എൻട്രീസ് അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ. ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് അറ്റ് പാർ പ്രീമിയം. ആ 2 ചെയ്താൽ മതി കേട്ടോ. പാറിലുള്ള എൻട്രി പറഞ്ഞാൽ നിങ്ങൾ എന്താ എൻട്രി? പാറിൽ വരുമ്പോൾ എൻട്രി ഹോൾഡേഴ്സ് 2 lakh, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ബാങ്ക് 2 lakh. ക്ലിയർ? ഇനി 10% പ്രീമിയത്തിൽ റിഡീം ചെയ്യാൻ പോകും. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ 10% 20,000. അപ്പോൾ നമ്മൾ 2,20,000 രൂപ കൊടുക്കേണ്ടി വരും തിരിച്ചു വാങ്ങാൻ ചെല്ലുമ്പോൾ. അപ്പോൾ അതിന് എൻട്രി പറഞ്ഞേ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചറിൽ 2 lakh എഴുതാം, പ്രീമിയത്തിൽ 20,000 ടോട്ടൽ. ആ സെയിം തന്നെ അത്രയേ ഉള്ളൂ. ഷെയർ ഹോൾഡറിന് വേറെ ഡിബഞ്ചർ ഹോൾഡറിന് ആക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത പ്രീമിയത്തിന്റെ പൈസ എടുക്കണം. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അത് എഴുതിയിട്ടില്ല കേട്ടോ. അവർ ആ എൻട്രി ഇവിടെ എഴുതിയിട്ടില്ല, എഴുതണം കേട്ടോ. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ടു പ്രീമിയം റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് 20,000 കാണിക്കുക. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് 2,20,000. ക്ലിയർ ആയോ? കത്തിയോ? നമ്മൾ പഠിച്ച അതേ എൻട്രി തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. അടുത്ത 3ാമത്തെ മെത്തേഡ് റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട്. എന്താ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞോട്ടെ? അതായത് എസ് എ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞത്. പക്ഷേ BCom ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാടില്ല സിങ്കിങ് ഫണ്ടിന്, ആകെ തിയറി മാത്രമേ ഉള്ളൂ. BBA ബുക്കിലുണ്ട് പക്ഷേ കേട്ടോ. നോക്കാം. ഡിബഞ്ചേഴ്സ് മേ ബി റെഡീംഡ് ബൈ ക്രിയേറ്റിംഗ് സിങ്കിങ് ഫണ്ട്. നമ്മൾ ഡിബഞ്ചർ തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് കമ്പനികൾ എന്ത് ചെയ്യുന്നറിയോ? സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ട് അവരുണ്ടാക്കും. മനസ്സിലായോ? അണ്ടർ ദിസ് മെത്തേഡ് ഓഫ് റിഡംഷൻ, ഈ മെത്തേഡ് ഓഫ് റിഡംഷനിൽ എവറി ഇയർ എ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഈസ് സെറ്റ് അസൈഡ് ആൻഡ് സിങ്കിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ്. മക്കളെ, ഈ മെത്തേഡ് അനുസരിച്ച് അവരെന്താ ചെയ്യാമെന്നറിയോ? കമ്പനിയുടെ എല്ലാ വർഷവും കിട്ടുന്ന പ്രോഫിറ്റ് ഇല്ലേ, അതിൽ നിന്ന് കുറച്ച് പൈസ അവരെന്ത് ചെയ്യുക? മാറ്റി വയ്ക്കും. നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് കുറച്ച് പൈസ നമ്മൾ വല്ല കാശ് കൊടുക്കുകയല്ലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ നമ്മൾ പൈസ മാറ്റി വയ്ക്കില്ലേ? മാറ്റി വയ്ക്കുമോ ഫിദ? പോയോ ഫിദ? അപ്പം നമ്മൾ ഇത് അതേപോലെ കമ്പനികൾ എന്ത് ചെയ്യുന്നറിയോ? കമ്പനികൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് കമ്പനി ഈ നമ്മുടെ ഡിബഞ്ചർ തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ഇത്ര നാൾ കഴിയുമ്പോൾ തിരിച്ചു വാങ്ങേണ്ടി വരില്ല, ഒരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ, 5 വർഷമോ 10 വർഷം കഴിയുമ്പോൾ തിരിച്ചു വാങ്ങണമെങ്കിൽ നമുക്ക് പൈസ വേണം. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും? കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് പൈസ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ടിലോട്ട് മാറ്റി വയ്ക്കും. അതിനെ നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്നും പറയാറുണ്ട് കേട്ടോ. ഇതിന് മാറ്റി വയ്ക്കും. മനസ്സിലായോ? പക്ഷെ വെറുതെ ക്യാഷ് മാറ്റി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നറിയോ? എന്തായാലും 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ ആവശ്യമുള്ളൂ. അപ്പോൾ ഇവർ ഈ മാറ്റി വെച്ചിട്ടുള്ള പൈസ കയ്യിൽ തന്നെ വെക്കാണ്ട് അവർ പുറത്ത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. വല്ല ഷെയർ മാർക്കറ്റിലോ
വേറെ വല്ല ബോണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് അതിൽ നിന്നും കൂടിയിട്ട് റിട്ടേൺ കിട്ടില്ലേ? കിട്ടും. എന്നിട്ട് 10 വർഷം കഴിയുമ്പോൾ തിരിച്ചു വാങ്ങേണ്ട സമയമാകുമ്പോഴോ ആ ഷെയറുകളും ആ ബോണ്ടുകളൊക്കെ വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ വെച്ച് നമ്മുടെ ഡിബഞ്ചർ തിരിച്ചു വാങ്ങും. ബാക്കിയുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യും? അവർ ഉപയോഗിക്കും, റിസർവിലേക്ക് മാറ്റും. ക്ലിയർ ആയോ? കത്തിയോ? ഒന്നുകൂടെ പറയാം. അതായത് കമ്പനികൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് അവർ ക്രിയേറ്റ് ചെയ്യും. എല്ലാ വർഷവും കമ്പനികളുടെ പ്രോഫിറ്റിൽ നിന്ന് കുറേശ്ശെ പൈസ എടുത്തിട്ട് എങ്ങോട്ട് മാറ്റി വയ്ക്കും? സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കും. എന്തിനാ സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റി വെക്കണേ? നമ്മുടെ ഡിബഞ്ചർ നമുക്ക് തിരിച്ച് വാങ്ങണ സമയത്ത് നമുക്ക് പൈസ വേണം അല്ലേ? അപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനികൾ എന്ത് ചെയ്യുന്നറിയോ, കുറച്ച് പൈസ എല്ലാ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് പൈസ സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റും. മനസ്സിലായോ? ചിലപ്പോൾ 10 വർഷം 15 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരിച്ച് വാങ്ങേണ്ടി വരിക അല്ലേ? അപ്പോൾ അത്രയും നാൾ നമ്മൾ ഈ കാശ് കൊടുക്കൽ പൈസ വെക്കണ പോലെ നമ്മുടെ കയ്യിൽ അത് മാറ്റി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ പൈസയായിട്ട്? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് വല്ലയിടത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൂടെ മക്കളെ? ഈ 10 വർഷം 15 വർഷം അല്ല, എന്തായാലും അങ്ങനത്തെ ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യില്ല. മിനിമം നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുന്നതായിട്ടുള്ള ബോണ്ടുകളിലോ ഡിബഞ്ചറുകളിലോ ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുക കൂടുതലും കേട്ടോ. എന്നിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് വീണ്ടും ചിലപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെ ഈ പ്രോസസ്സ് എന്ന് വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ദിസ് പ്രോസസ് കണ്ടിന്യൂ ടിൽ ദ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. കത്തിയാ? ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്ന് വരെ? റിഡംഷൻ വരെ. എന്നിട്ട് ദ ഇൻവെസ്റ്റ്മെന്റ് വിൽ ബി സോൾഡ് ആൻഡ് ക്യാഷ് ദസ് റിസീവ്ഡ് വിൽ ബി യൂസ് ടു റീപേ ദ ഡിബഞ്ചർ. അവസാനം എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ വിറ്റിട്ട് കിട്ടുന്ന പൈസ വെച്ചിട്ട് എന്ത് ചെയ്യും? ആ കിട്ടിയ ക്യാഷ് വെച്ച് എന്ത് ചെയ്യും? ഡിബഞ്ചർ ഹോൾഡറിന് കൊടുത്തിട്ട് ഡിബഞ്ചർ റിഡീം ചെയ്യും. ഇത്രയേ ഉള്ളൂ സാധനം. എന്ത് സുഖം നോക്കി. ക്ലിയർ? അതിന് അഡ്വാൻറ്റേജ് എന്തൊക്കെയാ? ഇങ്ങനെ സിങ്കിങ് ഫണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്ന അഡ്വാൻറ്റേജ്, ആസ് എ ഫണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ അക്യുമുലേറ്റ് ഔട്ട്സൈഡ് ദ ബിസിനസ്. ശരിയല്ലേ? ഫണ്ട് നമുക്ക് റിഡംഷന് സമയത്ത് പുറത്ത് നമുക്ക് പൈസ വരും. ലിക്വിഡ് ക്യാഷ് റിഡംഷന് വേണ്ടി ഉണ്ടാവും ആ സമയത്ത്. ശരിയല്ലേ? ആ സമയമാകുമ്പോൾ നമ്മുടെ കയ്യിൽ ലിക്വിഡായിട്ട് പൈസ ഉണ്ടാവില്ലേ? മറ്റുള്ള കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒരിക്കലും എഫക്റ്റ് ചെയ്യൂല. ക്യാഷ് പൊസിഷൻ എഫക്റ്റ് ചെയ്യൂല. അടിപൊളിയായിട്ട് ഫണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടില്ല ഇതിന് വേണ്ടിയിട്ട്. അതുപോലെ ഇൻ്ററിം പീരീഡ് ദ സെക്യൂരിറ്റി മേ ബി പ്ലെഡ്ജ്ഡ് ഓർ സോൾഡ് ഔട്ട് ടു ദ ലിക്വിഡ് ക്യാഷ് ഇൻ കേസ് ഓഫ് എനി എമർജൻസി. അത് മാത്രമല്ല, ഇതിപ്പോൾ ഇൻ്ററിം പീരീഡ് വന്നു ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴേ നമുക്ക് നമ്മുടെ ബിസിനസ്സിന് കുറച്ച് എമർജൻസി ആയിട്ട് ക്യാഷ് വേണം. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി ഇല്ലേ, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന സംഭവമില്ലേ, അത് വേണമെങ്കിൽ പ്ലെഡ്ജ് ചെയ്യാം. നമുക്ക് പണയം വെച്ചിട്ട് വേണമെങ്കിൽ പൈസ ഉണ്ടാക്കാം. മനസ്സിലായോ? റിഡംഷന് വേണ്ടി മാത്രമല്ലാന്ന്. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന് മുമ്പ് കമ്പനിക്ക് വല്ല എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അതിന് വേണമെങ്കിൽ പൈസ എടുക്കാന്ന്. കത്തിയാ? ചോദിച്ചോളൂ. ഇങ്ങനെ ഫണ്ട് ക്രിയേറ്റ് ആക്കുന്നതിന് എത്ര പെർസെന്റേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ സിങ്കിങ് ഫണ്ടിൽ ഇല്ല കേട്ടോ, അടുത്ത മെത്തേഡിലാണ് വരുന്നത് പ്രോഫിറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി ഇതിൽ പെർസെൻറ്റേജ് വരുന്നുണ്ട്, റെഡീം ചെയ്യുന്ന പെർസെൻറ്റേജ് വരുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കാരണം അത് പുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ചെടുക്കണം കേട്ടോ. ചെറിയ മാറ്റം ഉണ്ട് അതിനകത്ത് കേട്ടോ, DRR ക്രിയേറ്റ് ചെയ്യാൻ കേട്ടോ. എന്താ BBA ഉണ്ടത്? അത് പറഞ്ഞുതരാം. BBAക്കാർക്ക് മാത്രം ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ എല്ലാവർക്കും? നാലാമത് ഇൻഷുറൻസ് പോളിസി കൂടി പറഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇൻഷുറൻസ് പോളിസി കൊണ്ട് ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഞാൻ വേഗത്തിൽ പറയാം. പറഞ്ഞോട്ടെ. ഇൻഷുറൻസ് പോളിസി ആർക്കെങ്കിലും പറയാമോ? ഇൻഷുറൻസ് പോളിസി എന്താണെന്ന്? ആർക്കെങ്കിലും പറയാമോ? പോളിസി എടുത്തിട്ട്, അതായത് ഡിബഞ്ചർ നമ്മൾ എന്നാണോ റിഡീം ചെയ്യുന്നത് അന്ന് മെച്യൂർഡ് ആകുന്ന ഒരു പോളിസി എടുത്തിട്ട് ആ സമയമാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻഷുറൻസിൽ നിന്ന് പൈസ കിട്ടും അല്ലേ?
ആ പൈസ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? റിഡീം ചെയ്യാം. അത്രയേ ഉള്ളൂ സാധനം, സിമ്പിൾ സാധനം. കത്തിയോ? എല്ലാവരും ക്ലിയറായി? ഇൻഷുറൻസ് പോളിസി മെത്തേഡ് വരെ ക്ലിയറായോ? ഇനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഓൺ ഡിബെഞ്ചർ പർച്ചേസ് ചെയ്യുന്നതാണ്. അത് 2 മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനും ഉണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എക്സ് ഇൻട്രസ്റ്റ് കം ഇൻട്രസ്റ്റ് ഒക്കെ കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.